അയ്യപ്പൻ ഒരു കളരി അഭ്യാസിയാണെന്ന് എത്ര പേർക്കറിയാം? സാക്ഷാൽ അയ്യപ്പൻ കളരി അഭ്യാസം നടത്തിയ ആ മണ്ണിലാണ് ഞാനുള്ളത്. കാണാം ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. ഇത് സാക്ഷാൽ അയ്യപ്പൻ കളരി അഭ്യസിച്ച മണ്ണെന്ന് ഐതിഹ്യം. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ ഗ്രാമപഞ്ചായത്തിലെ ചീരപ്പൻചിറ മുക്കാൽവട്ടം ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഈ ഭാഗം. പന്തളം രാജ്യത്ത് കാട്ടുകൊള്ളക്കാരുടെ നരനായാട്ട് അവസാനിപ്പിക്കാനായി പുതിയ ആയോധന കളരി അഭ്യാസങ്ങൾ പരിശീലിക്കാൻ അയ്യപ്പൻ ചീരപ്പൻചിറയിലെത്തിയെന്നാണ് ഐതിഹ്യം. അവിടെ താമസിച്ച് കളരി അഭ്യസിക്കുന്ന അയ്യപ്പന്റെ രൂപലാവണ്യം കണ്ട് ഗുരുവിന്റെ മകൾ ലളിതാംബിക ആകൃഷ്ടയായെന്നും വിശ്വാസം. ഈ പൂഴിയങ്കം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ചീരപ്പൻചിറക്കാർക്ക് മാത്രം ആ അഭ്യാസവിദ്യ അത് മാത്രം പകർന്നു കൊടുക്കത്തുള്ളൂ. ആ ഒരു അംഗം പഠിക്കാൻ വേണ്ടിയാണ് അയ്യപ്പൻ ചീരപ്പൻചിറയിലെത്തുന്നത്. അതിന് പുറത്തുനിന്നുള്ള ഒരാളായതുകൊണ്ട് അയ്യപ്പൻ ആ വിദ്യ പഠിപ്പിക്കാൻ ഗുരുനാഥൻ തയ്യാറായില്ല. അന്നേരം അയ്യപ്പൻ്റെ ആ കഴിവും ഇതൊക്കെ കണ്ട് മാളികപ്പുറമാണ് അയ്യപ്പൻ ഇത് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണ് മാളികപ്പുറമാണ് ഇതായിട്ട് അയ്യപ്പനെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. തന്നെ വിവാഹം ചെയ്യണമെന്നാവശ്യപ്പെട്ട ലളിതാംബികയോട് അയ്യപ്പൻ തന്റെ ജന്മോദ്ദേശ്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെന്നും പിന്മാറാൻ ലളിതാംബിക കൂട്ടാക്കിയില്ലെന്നും കഥകൾ. പൂഴിയംഗം പഠിച്ച അയ്യപ്പൻ തിരികെ പന്തളത്തേക്ക് പോവുകയും കൊള്ളക്കാരെ കീഴ്പ്പെടുത്താൻ അനുഗ്രഹം വാങ്ങാൻ ചീരപ്പൻചിറയിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഗുരു ഇല്ലാത്ത നേരമായതിനാൽ വരവറിയിക്കാൻ തന്റെ ഉടവാളും അരക്കച്ചയും അറവാതിൽക്കൽ വെച്ച് തിരികെ പോകുന്നു. ഈ ഉടവാളും അരക്കച്ചയും മാളികപ്പുറത്തമ്മയായി മാറിയ ലളിതാംബിക കളിച്ചു വളർന്ന ആ വീട്ടിൽ ഇന്നും ഭദ്രമായി സൂക്ഷിക്കുന്നു. ഇതാണ് അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന വാള്. ഇത് പൂഴിയംഗത്തിന് ഉപയോഗിക്കുന്ന വാളാണ്. സാധാരണ വാളിന് ഒരു സൈഡാണ് മൂർച്ച. ഈ വാളിന് 3 സൈഡ് മൂർച്ചയാണ്. ഒരു സൈഡ്, 2 സൈഡ്, 3 സൈഡ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സൈഡ് ഇങ്ങനെ ഒരു ഓ പോലെ ഇരിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ബ്ലഡ് കോൾട്ടാകാതെ ഈ ഇതിൽ ഓവിൽ കൂടെ ബ്ലഡ് പുറത്ത് പോകണം. അതിനോട് ഉദ്ദേശിച്ചാണ് ഈ വാള്. ഇത് വീരാളിപ്പട്ട്. ഇതിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ 900 വർഷം, 750 വർഷത്തിനിടയ്ക്ക് ഈ വീരാളിപ്പട്ടിനുള്ള പഴക്കമുണ്ട്. മലയാളികൾക്ക് അത്ര തന്നെ പരിചിതമല്ലാത്ത ചീരപ്പൻചിറയിലേക്ക് അയ്യപ്പന്റെ കളരിസ്ഥാനം കാണാൻ അന്യദേശക്കാരാണ് കൂടുതലും എത്തുന്നത്. മണ്ഡലകാലമായാൽ ദിവസവും പൂജയും അന്നദാനവും നടത്തും. എന്നാൽ മകരവിളക്ക് ദിവസം മാത്രം നട തുറന്ന് പൂജ നടത്തില്ല. അന്നേ ദിവസം മാത്രം അയ്യപ്പന്റെ പൂർണ്ണ ചൈതന്യം ശബരിമലയിലായിരിക്കും. മകരവിളക്കിൻ്റെ അന്ന് ഇവിടെ വിളക്ക് കത്തിക്കാൻ പാടില്ല, ആരാധന നടത്താൻ പാടില്ല. അത് ഇവിടെയും വീട്ടിലെ കിടകളൊക്കെ അതൊന്നും ചെയ്യാൻ പാടില്ലെന്ന്. അന്ന് ഇവിടുന്ന് അവിടെ അയ്യപ്പ സന്നിധിയിൽ ഉണ്ടായിരിക്കണമെന്ന് ചീരപ്പൻചിറക്കാർ. അത് കാരണം ഞങ്ങൾ അതിന് മുമ്പായിട്ട് ഇവിടുന്ന് നട അടച്ച് വിഗ്രഹം ഇവിടെ അവിടെ കൊണ്ട് മൂടി എല്ലാവരും ശബരിമലയിലായിരിക്കും. മറ്റു ദിവസങ്ങളിൽ മുക്കാൽ ചൈതന്യവും ചീരപ്പൻചിറയിലുണ്ട്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് മുക്കാൽവട്ടം എന്ന പേര് വന്നതെന്നും ഐതിഹ്യം വ്യക്തമാക്കുന്നു.